ഹായ് ഡിയേഴ്സ്, ഇസ്ലാമിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുള്ളത് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റും നമ്മളെ മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ഇറ നാച്ചുറൽ പാർക്കിലാട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക്. അപ്പോൾ നമ്മളെ പാർക്ക് വരുന്നത് പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പാർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പാർക്കിലോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. അപ്പം നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ നമുക്ക് പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ വരുന്നത്. പാർക്കിങ്ങിന് എക്സ്ട്രാ ഫീയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒരു ഈന്തപ്പനയുടെ ഒരു മരം പോലെ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാനാണ് പോയത്. അപ്പം നമ്മൾ സ്പെഷ്യൽ കോംബോ ഓഫറിലുള്ള 270 ഒരു പാക്കായിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായാലും ഇത്രയും ഗെയിംസും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 380 ഉണ്ട്. അതുപോലെ 80 രൂപയാണ് ഇങ്ങോട്ട് എൻട്രി ടിക്കറ്റ് വരുന്നത് കേട്ടോ. കിഡ്സ് പാർക്ക്, പെറ്റ്സ് പാർക്ക്, അതുപോലെ എക്സോട്ടിക് പാർക്ക്, ഫിഷ് പാ, ബോട്ടിങ്, ഫാം സ്റ്റേ, അതുപോലെ ഒരുപാട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ്, അങ്ങനെ ഒട്ടനവധി ആക്ടിവിറ്റീസ് നമുക്ക് ഇറ നാച്ചുറൽ പാർക്കിൽ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ എൻട്രൻസിൽ കയറിയപ്പോൾ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതുപോലെ തന്നെ നമ്മൾ കുതിരവണ്ടി വരുന്നുണ്ട്. ഇതിന് 80 രൂപയാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് വരുന്നത്. നമ്മൾ എക്സ്ട്രാ എടുക്കണം, കോംബോ ഓഫറിൽ ഇല്ലാന്നുണ്ട്. അപ്പം നമ്മൾ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ കിഡ്സിന് നല്ലൊരു പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിഡ്സിന് ആ പാർക്കിൽ കയറാൻ പ്രത്യേകിച്ച് എൻട്രി ഫീയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ എൻട്രി ഫീയിൽ തന്നെ അത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം 80 രൂപയാണ് എൻട്രി ഫീ എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് 100 സെൻറ്റിമീറ്ററിൽ താഴെ ഉള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കുന്നില്ല. അതിന് മേലുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ വയസ്സും കാര്യങ്ങളും നോക്കിയിട്ടല്ല അവർ ടിക്കറ്റും കാര്യങ്ങളും എടുക്കുന്നുള്ളത്. പിന്നെ നമ്മൾ കുറേ നടന്നു പോകുമ്പോൾ ആ സ്വിമ്മിംഗ് പൂള് കണ്ട്, സ്വിമ്മിംഗ് പൂളിന് ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ക്ലോസിംഗ് ആണ് കേട്ടോ. പിന്നെ ഒരുപാട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു സൂപ്പർ പാർക്കാണ് നമ്മളെ ഇറ നാച്ചുറൽ പാർക്ക് കേട്ടോ. നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒരുപാട് സമയം ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ കുറേ ഫ്രൂട്ട്സ് തൈകളും അതുപോലെ തന്നെ കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താക്കി നമ്മളെ ബേഡ്സ് പാർക്കിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു പക്ഷിയുടെ പേര് അറിയാവുന്നവർ താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണട്ടോ. എനിക്കിതിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തട്ടോ. അതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർക്കിവിടെ പക്ഷികളെയൊക്കെ സ്വതന്ത്രമായിട്ട് വിട്ടേക്കോട്ടെ, അല്ലാതെ കൂട്ടിലടച്ചിട്ട് ഒന്നുമില്ല കേട്ടോ. അവരിഷ്ടത്തിനായിട്ട് അവർ പറന്ന് നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ബോർഡിലോട്ട് പോയി. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ അകത്തോട്ട് പോയപ്പം അടുത്ത ബേഡ്സിൻ്റെ പാർക്ക് കണ്ടിട്ടോ. അപ്പോൾ അവർ തന്നെ ഫീഡിങ്ങിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ മോനിത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയാണ്. അപ്പോൾ അവൻ്റെ കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബേഡ്സിനൊക്കെ ഫീഡ് ചെയ്തിറങ്ങിയപ്പോൾ ഇതുപോലെ ഒരു ഹട്ട് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഞാൻ അവിടെ കയറിയിട്ടുണ്ട്. ഞാൻ കയറിയില്ല, ഇന്ന് കണ്ടിട്ട് വീഡിയോ, അതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. നേരെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും മുന്നോട്ട് നടക്കാട്ടോ. അപ്പോൾ മക്കളെയും കൊണ്ട് വരുന്നവർ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കാട്ടോ. അതുപോലെ ഫിഷ് ഫീഡിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം മക്കളെ ശ്രദ്ധിക്കണേ.
അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ അടുത്ത ആൾക്കാർ ഇതാ അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൂട്ടിൽ എല്ലായിടത്തും പേരും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ബേഡ്സിനെയും മൃഗങ്ങളെയും എല്ലാം ഇഷ്ടപ്പെടും. പ്രകൃതിയോടൊക്കെ ഒരുപാട് ഇണങ്ങി ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വന്ന് ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ നമ്മളെ ഇറ നാച്ചുറൽ പാർക്ക്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാവേ, നമ്മളെ MES ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഇറ നാച്ചുറൽ പാർക്ക് വരുന്നത് കേട്ടോ. മലപ്പുറം പെരിന്തൽമണ്ണയിലാണ്. അതുപോലെ നമ്മളെ പാർക്കിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. വൈകിട്ട് 6:30-7 മണിയാകുമ്പോൾ അവർ ടിക്കറ്റ് കാര്യങ്ങൾ കൊടുക്കൽ നിർത്തി വെക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫാം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആടുകൾ നമ്മളെ കണ്ടപ്പോൾ തലക്കെട്ട് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണത്തിനാണ്. പിന്നെ നമ്മളെ കൈത അവിടെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ഗിനിക്കോയി കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി കോഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം അതിനൊന്ന് കണ്ടു നോക്കിയേ. നമുക്ക് ഇവിടുത്തെ അടുത്ത സെക്ഷനിലോട്ടൊന്നും പോയിക്കാലോ. എക്സോട്ടിക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറാം കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതും നല്ല പേടിയുള്ളൊരു സാധനമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളെ സ്നേക്സ് കേട്ടോ. അപ്പോൾ കണ്ടോ, അയ്യോ കണ്ടിട്ടേ പേടിയാവുന്നുണ്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും കാണാം. ഇത് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, ഹാങ്ങിങ് ആയിട്ട്. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ എനിക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ പോട്ടറി വർക്ക്ഷോപ്പ് ഉണ്ട്. അതായത് നമ്മളെ മൺപാത്ര നിർമ്മാണത്തിൻ്റെ ഇതുണ്ടല്ലോ, അതും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. കണ്ട കറങ്ങി നോക്കി. ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്നു, ഒക്കെ നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയില്ല. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നത് കിഡ്സിൻ്റെ പാർക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മോന് ഇലക്ട്രിക് കാറിൽ കയറണമെന്ന് പറഞ്ഞപ്പം അതിന് പോയി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 80 രൂപയാണ് വരുന്നത്. ഓരോന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈവനിങ് ടീ ഷോപ്പ്, പിന്നെ ജ്യൂസ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ഇതിൻ്റെ അകത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരിക. പിന്നെ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങളെ സപ്പോർട്ട് വേണ്ടേ. അപ്പം എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.